ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 25. എന്തു നല്ല സുഹൃത്ത്. ആകയാൽ യഹൂദന്മാർ കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 36 ഞാനും എൻ്റെ ദീർഘകാല സുഹൃത്തും പരസ്പരം കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി. ആ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ കണ്ടെത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തേക്കുള്ള അപ്രതീക്ഷിത യാത്ര അദ്ദേഹത്തെ വീണ്ടും കാണാനുള്ള അവസരം എനിക്ക് നൽകി. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. പരസ്പരം കണ്ടപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾ ഒരേ മുറിയിൽ കഴിഞ്ഞിട്ട് വളരെ കാലമായി. ഇപ്പോൾ മരണം ജീവിതത്തിൻ്റെ ഹ്രസ്വതയെ ഓർമ്മപ്പെടുത്തുന്നു. സാഹസികതകളും കോമാളിത്തരങ്ങളും ചിരിയും നഷ്ടവും നിറഞ്ഞ ഒരു നീണ്ട സൗഹൃദത്തിൽ നിന്നാണ് ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉതിർന്നത്. അത്രയേറെ സ്നേഹത്താലാണ് പരസ്പരം കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിയത്. യേശുവും കരഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം ആ നിമിഷത്തെ രേഖപ്പെടുത്തുന്നു. യഹൂദന്മാർ കർത്താവെ വന്ന് കാണുക എന്ന് അവനോട് പറഞ്ഞു. യേശു തൻ്റെ നല്ല സുഹൃത്തായ ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നു. അപ്പോൾ ക്രിസ്തു നമ്മുടെ മാനവികത പങ്കുവയ്ക്കുന്നതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന ആ 2 വാക്കുകൾ നാം വായിക്കുന്നു. യേശു കണ്ണുനീർ വാർത്തു. ആ നിമിഷത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ കാര്യങ്ങൾ പലതും അവിടെ നടന്നിരുന്നു. തീർച്ചയായും. എന്നിട്ടും യഹൂദന്മാരുടെ പ്രതികരണം യേശുവിനോട് ഇപ്രകാരം പറയുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയുന്ന സുഹൃത്തിൻ്റെ മുൻപിൽ ഒരു നിമിഷം നിൽക്കാനും ആരാധിക്കാനും ആ ഒരുവരെ മതിയായ കാരണമാണ്. യേശു മാംസവും രക്തവും കണ്ണുനീരും ആയിരുന്നു. സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രക്ഷകനാണ് യേശു. ചിന്തിക്കുക, എപ്പോഴാണ് നിങ്ങൾ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് അവസാനമായി ചിന്തിച്ചത്? യേശു നിങ്ങളുടെ കണ്ണുനീർ മനസ്സിലാക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് അറിയുന്നത് ഇന്ന് നിങ്ങളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്? ദൈവത്തിന് മഹത്വം.